പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഒക്ടോബർ മാസം 7-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ വലിയ കൃപകളെ ഓർത്ത് സ്തോത്രം 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 സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലം ഞങ്ങളെ ക്രിസ്തുയേശുവിൽ ജയത്തോടെ നടത്തുന്നു ഞങ്ങളുടെ പിതാവിന് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു, സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് വിശ്വസ്തൻ, അങ്ങ് മാറാത്തവൻ, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങേക്ക് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ഒന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, സങ്കീർത്തനം അതിൻ്റെ 66-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സർവ്വഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പീൻ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കീർത്തുപ്പീൻ, കർത്താവിൻ്റെ സ്തുതി മഹത്വീകരിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു ഈ പ്രഭാതത്തിൽ. അപ്പാ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. തങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ, തൻ്റെ കുഞ്ഞുങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗത്തിൻ്റെ ആത്മാവ് വിട്ടുമാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് വയറിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ സൗഖ്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഡോക്ടർമാർ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് കൈവിട്ടിരിക്കുന്ന കേസുകൾ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. കർത്താവേ, എവിടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു നാറ്റം വെച്ച ലാസർ ഉയർത്തെഴുന്നേറ്റതുപോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല പ്രതീക്ഷകളും കൈവിട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ജീവിക്കട്ടെ. ആരോഗ്യം മടങ്ങി വരട്ടെ, സൗഖ്യം മടങ്ങി വരട്ടെ, ആന്തരിക അവയവങ്ങൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. അവർ റെസ്പോണ്ട് ചെയ്തു തുടങ്ങട്ടെ. നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിടക്ക മാറ്റി വിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സ്വസ്ഥതയോടെ തൻ്റെ കുഞ്ഞുങ്ങൾ ചാടി എഴുന്നേൽക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കണമേ, സാമ്പത്തികമായ വാതിലുകളെ തുറന്നു കൊടുക്കണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം. റൈറ്റ് ഡിസിഷനുകൾ, റൈറ്റ് പ്ലേസുകൾ എല്ലാം കർത്താവ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം കർത്താവെ. ആമേൻ. ലോകത്തെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിനായി സ്തോത്രം. ഇതുമായിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാനിട വരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ആമേൻ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ്. നിങ്ങളെല്ലാവരും കൈ ഒന്ന് ഉയർത്തി പിടിച്ച് നമുക്കൊരു വാക്ക് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ ആമേൻ സ്പെഷ്യൽ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ, വലിയ അടയാളങ്ങൾ നടക്കട്ടെ, വലിയ വീര്യപ്രവൃത്തികൾ നടക്കട്ടെ. വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് സ്തോത്രം. ലോകവ്യാപകമായൊരു ഉണർവിന് മീറ്റിംഗ് കാരണമായി തീരുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടുന്നതിന് സ്തോത്രം. ഇന്ന് ജോയിൻ ചെയ്യുന്ന ഓരോ ഭവനങ്ങളും അനുഗ്രഹത്താൽ നിറയണം, അത്ഭുതങ്ങളാൽ നിറയണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. മറക്കില്ല കേട്ടോ, നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊക്കെ പറയണം, ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ നിങ്ങളുടെ വാഹനത്തിനകത്തിരുന്നോ ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആമേൻ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. പ്രിയപ്പെട്ടവരെ, ആ വരവിന് മുമ്പ് ജനത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി
ഈ ഉണർവിൻ്റെ ഭാഗമായി മാറുക. നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊക്കെ ഇതിനെക്കുറിച്ച് പറയണം കേട്ടോ. സ്തോത്രം. 133 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന സങ്കീർത്തനത്തിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്. ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതമാണ്. ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അവർ കയറിപ്പോകുമ്പോൾ, അവർ ദൈവത്തെ ആരാധിക്കുവാനായി കയറിപ്പോകുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുവാനായി കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുമ്പോൾ എഴുതപ്പെടുന്ന സങ്കീർത്തനമാണ് ആരോഹണ ഗീതം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അവിടെ കാണിക്കുന്നത് പഴയ നിയമത്തിൽ അവരുടെ ട്രൈബ്സ് എല്ലാവരും ഒന്നിച്ച് കർത്താവിനെ അവിടെ ആരാധിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. യൂണിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഐക്യത, ദൈവമക്കളുടെ ഇടയിലുള്ള ഐക്യത. നിങ്ങൾ ഏത് ഡിനോമിനേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കോൺഗ്രിഗേഷനിൽ പോകുന്നവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷേ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്താണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും, നിങ്ങളുടെ രാജ്യത്താണെങ്കിലും, എവിടെയാണെങ്കിലും അവിടെ യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഡിസ്യൂണിറ്റി, അതായത് ഐക്യത തകർത്ത് കളഞ്ഞിട്ടാണ് പിശാച് എപ്പോഴും അടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഐക്യത എന്ന് പറയുന്നത് ഒരു വലിയ ബലമാണ്. ദൈവസഭയ്ക്കകത്താണെങ്കിലും ഐക്യതയുള്ളവരായിരിക്കുക. നിങ്ങളുടെ വീടിനകത്ത് ഐക്യത, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഒരുമിച്ച് ഐക്യതയുള്ളവരായിത്തീരും. ജോലിസ്ഥലത്ത് ഐക്യത ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുമിച്ച് നിങ്ങൾ ഐക്യതയോടെ ജോലി ചെയ്താൽ നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതുപോലെ രാജ്യത്താണെങ്കിലും സിറ്റിസൺസ്, രാജ്യത്തിലെ പൗരന്മാർ ഐക്യതയുള്ളവരായിരിക്കണം. അതിനകത്താണ് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അപ്പം പിശാച് ചെയ്യുന്നത് എന്തുവാ? പിശാച് ഐക്യതയെ തകർക്കുവാൻ നോക്കും. അതിന് പല രീതിയിലുള്ള ക്രമീകരണങ്ങൾ നോക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് ചിലത് ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും, ചിലത് കണ്ടില്ലെന്ന് നടിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കണ്ണടച്ച് കളയണം, ചിലപ്പോൾ സൈഡിൽ കൂടെ അങ്ങ് മാറി നിൽക്കണം. കാരണം ഐക്യത തടയാനായിട്ട് പല പ്രവൃത്തികൾ പലരിലൂടെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിലൂടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഐക്യത ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. എൻ്റെ കുടുംബത്തിനകത്ത് യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഓഫീസിനകത്ത് യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ സഭയ്ക്കകത്ത് യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ രാജ്യത്തിനകത്ത് യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ആ യൂണിറ്റി എൻ്റെ ഉത്തരവാദിത്തമാണ് യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? യൂണിറ്റിയെ കളയാനായിട്ട് പിശാച് നോക്കുന്ന പദ്ധതികളെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെ മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ അതിനെ ഗമനിക്കത്തില്ല, അത് ഞാൻ വേണ്ടാന്ന് വെക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അവിടെയാണ് അഭിഷേകം വ്യാപരിക്കുന്നത്, അവിടെയാണ് ദൈവിക നന്മകൾ വ്യാപരിക്കുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത്. അവിടെ പറയുന്നു, അത് വസ്ത്രത്തിൻ്റെ വെളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. എവിടെ ഐക്യതയുണ്ടോ അവിടെയാണ് ദൈവിക അനുഗ്രഹം വരുന്നത്. എവിടെ ഐക്യതയുണ്ടോ അവിടെയാണ് ദൈവം ജീവൻ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ ഐക്യതയോടെ ജീവിക്കുക. ഐക്യതയെ കളയാൻ പിശാച് ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കും. ബട്ട് അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ത്യാഗം സഹിച്ചാണെങ്കിലും പിണക്കമില്ലാതെ സമാധാനത്തോടെ പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വീടിനകത്ത് അപ്പൻ, അമ്മ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഐക്യതയിൽ പോകണം. സഹോദരങ്ങൾ ഐക്യതയിൽ പോകണം. സഭയ്ക്കകത്ത് ഐക്യതയിൽ പോകണം. ദേശത്ത് ഐക്യതയിൽ പോകണം. കേട്ടോ, ഒന്നുകൂടെ ഞാൻ പറയുക, ഐക്യത കളയുക പിശാചിൻ്റെ പദ്ധതി. അതിനുവേണ്ടി നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ കൊണ്ടുവരും, ആരെങ്കിലുമൊക്കെ ഇളക്കി വിടും. പക്ഷെ നമ്മൾ അവിടെ ത്യാഗ മനോഭാവം എടുത്ത് അവിടെ ഡിസ്യൂണിറ്റി, ഐക്യത തകർക്കുന്ന ശക്തിയെ നമ്മൾ മനസ്സിലാക്കി ഐക്യതയിൽ പോകുവാൻ നമ്മൾ മുൻകൈ എടുക്കണം. ഇന്ന് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളായിരിക്കുന്നിടത്ത് ഐക്യത കൊണ്ടുവരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.